ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൂരദർശൻ നൽകിയ ഓർമ്മകൾ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റത്തില്ല. കാര്യം അത്രത്തോളം മനോഹരമായ ഓർമ്മകളാണ് ദൂരദർശൻ സമ്മാനിച്ചത് നമ്മുടെ കുട്ടിക്കാലത്ത്. അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീരിയലായിരുന്നു ശക്തിമാൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കണക്ക് ഒരു സൂപ്പർ ഹീറോയുടെ കഥയായിരുന്നു. നമ്മുടെ കുട്ടികളുടെ എല്ലാം ഒരു ആരാധന കഥാപാത്രമായിരുന്നു അദ്ദേഹം. പല ആപത്തിൽ നിന്ന് നമ്മളെ അദ്ദേഹം രക്ഷിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സീരിയലാണ് ഈ ശക്കലക്ക ബൂം എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഈ പെൻസിൽ കിട്ടുന്നതും ആ പെൻസിൽ വെച്ച് എന്ത് വരച്ചാലും അത് റിയലായിട്ട് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതിവൃത്തമായിരുന്നു ആ സീരിയലിൻ്റെ. ഈ കുട്ടികളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സീരിയലായിരുന്നു. ഇന്നും എനിക്കത് ഓർമ്മയുണ്ട് ആ സീരിയലിൽ. ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു പെൻസിൽ കിട്ടിയാലോ എന്നൊക്കെ. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇത് കണക്കുള്ള പെൻസിൽ ഞാൻ വാങ്ങുമായിരുന്നു. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നമുക്ക് ജയ് ഹനുമാനുണ്ട്. ജയ് ഹനുമാനെ കാണാൻ ഉറങ്ങുന്ന ഒരു രാത്രിയും കാണത്തില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ഓം നമഃ ശിവായ ഉണ്ട്. അതിനുശേഷം ഈ മഹാഭാരതം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ അറിയുന്ന ഈ മഹാഭാരതത്തിൻ്റെ കഥകളിലെല്ലാം മനസ്സിലാക്കാൻ ആദ്യം സഹായിച്ചത് ഈ സീരിയലായിരുന്നു. അതുപോലെ തന്നെ രാത്രി ഒരു 11:30 ആകുമ്പോൾ തന്നെ ഹിന്ദി സിനിമകളിടും. അതിൽ തന്നെ പ്രധാനമായിട്ടും അമിതാഭ് ബച്ചൻ്റെ സിനിമകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെയായിരുന്നു ദൂരദർശൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത്. കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരു ചാനലായിരുന്നു.